ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്കകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ദേവരാന Hi dear viewers, so ഇത് the very first vlog on Spice Bike Entertainments, completely ഒരു random trip to അട്ടപ്പാടി. അട്ടപ്പാടിയിൽ എഴുത്തുകൾ പറയുന്ന പറയുന്നൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് ഉണ്ട്. അവിടെ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. പ്ലാൻ വളരെ സിമ്പിളാണ്. ഈവനിങ് അട്ടപ്പാടിയിൽ റീച്ച് ആവുന്നു, അവിടെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ മോർണിംഗ് സൺറൈസ് കാണാൻ പോകുന്നു, അത്രേ ഉള്ളൂ. നെവർ മൈൻഡ് എന്നുള്ള മൈൻഡിലാണ്. ഈ ജീപ്പിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാണ്. പോകുന്ന വഴി ഭയങ്കര രസമാണ്. ഓൾസോ കുറച്ച് സ്കേറി ആയിരുന്നു. കൂടെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഡബിളായി. ബിക്കോസ് ട്രെക്ക് ചെയ്താണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നത് തന്നെ. അത് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആണല്ലോ. സോ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് വെയിറ്റ് ഫോർ ദി മോർണിംഗ് വ്യൂ. ഇന്നത്തെ പ്ലാൻസ് എന്തൊന്നും അറിയില്ല, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ജസ്റ്റ് ഇമാജിൻ വേക്കിംഗ് അപ്പ് ടു ദിസ്, എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ് എവറി ഡേ. ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു മൗണ്ടൻ്റെ ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ തന്നെ രസമായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ ആക്ച്വലി നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. എന്താണെന്നറിയത്തില്ല, ഒരു ട്രക്കിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ഇത്രയും കാട് കണ്ടില്ലേ? ഇത് നേരെ ഈ ഒരു പാറയുടെ മണ്ടയിലേക്ക് നോക്കൂ. ഞങ്ങളുടെ സ്റ്റേ അവിടെയായിരുന്നു. എന്ത് രസമല്ലേ! ഇതൊക്കെ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറയുന്ന പോലെ. എന്നിട്ട് രാത്രി ഈ വഴിക്ക് കയറി വന്നു. ഫുൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. എനിക്കൊരു 5 minutes കൂടെ ടൈമുണ്ട്. ഊഞ്ഞാലാടാൻ പോയല്ലോ. মোনামার পাগল হয়ে পদ্ম পাতায় বসে. റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എഴുത്താൽപ്പാറയിലേക്ക് വിട്ടു. ഈ റിസോർട്ടിൽ നിന്ന് തന്നെ ട്രക്കിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഈ വണ്ടിക്കാണ് ട്രക്കിങ്ങിന് പോകുന്നത്. അട്ടപ്പാടിയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ സൺറൈസ് കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഏകദേശം അവിടെ ആയിട്ടാണ്. വെയിലും മഞ്ഞും ഒരുമിച്ച് പെട്ടെന്ന് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവണേ. കുറച്ച് നേരം ചുറ്റുള്ള ഒന്നും കാണത്തില്ലായിരുന്നു. പക്ഷെ നോക്ക്, യെസ്, ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കോട വരും, പിന്നാലെ വെയിൽ വരും. അങ്ങനെ ഒരു മാജിക്കൽ വൈബ് ഉള്ളൊരു പ്ലേസ്. അതാണ് ഈ എഴുത്തുകൽപ്പാറ. ദാ ഈ കാണുന്ന ഈ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടോ? ഇതിൽ നിന്നാണ് ദി ഓൾ ഏരിയ എഴുത്തുകൽപ്പാറയായി അറിയപ്പെടുന്നത്. ഇതെങ്ങനെ പാറൽ ആരെല്ലാം കൊത്തി വെച്ചായിരിക്കും അല്ലേ? ഇവിടെ വലിയ വലിയ വൈൽഡ് അനിമൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയാൻ മേല. പക്ഷെ നമ്മൾ എങ്ങോട്ടും നടന്ന് പോവാ. പക്ഷെ വ്യൂ ഭയങ്കര അടിപൊളിയാട്ടോ. ഇവിടെ വലിയ എന്തോ ജീവിയുണ്ട്. നോക്കൂ, വലിയ ഷിറ്റ്. ഇതൊരു പ്ലെയിൻ വോളിന്റെ നടുവിൽ കൊണ്ടുവെക്കണം.
ആനയല്ലായിരുന്നു, ഇതൊരു പാറയായിരുന്നു. നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്യാമൽ ഷേപ്ഡ് റോക്ക് കണ്ടില്ലേ, ഇതൊരു എലിഫന്റ് ഷേപ്ഡ് റോക്ക്. സോ നോക്ക്, അതിൻ്റെ മണ്ടയിൽ കുറച്ച് വിറകൊക്കെ ഇരിക്കുന്നു. ശരിക്കും ഒരു ആനയുടെ മണ്ടയിൽ വിറകിരിക്കുന്നല്ലോ അല്ലേ? പെട്ടെന്ന് നോക്കിയ ഒരു ആനയാന്ന് തോന്നുന്നു. കുറേ ടൈം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ മിസ്റ്റൊക്കെ കാണുമ്പോൾ ഒരു ആന കരിമ്പങ്കാട്ടി കയറിയ ഒരു ഫ്രഷ് ഫീലായിരുന്നു. ആൻഡ് അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. സൺറൈസ് കാണാൻ പോയിൻ്റെ ക്ഷീണം ഒന്ന് മയങ്ങി തീർത്ത് എണീറ്റ് വന്നത് ലഞ്ച് റെഡിയായിരുന്നു. ലഞ്ചിന് ഒരു സൂപ്പർ ടേസ്റ്റി ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. ലഞ്ച് കഴിഞ്ഞ് നേരെ സ്ട്രൈറ്റ് ടു ഫിഷിങ്ങിന് പോയി. ഇവിടെ ഒരു സ്പെഷ്യൽ കാര്യം ഇത് തന്നെയാണ്, നമ്മൾ പിടിക്കുന്ന മീനെ നമുക്ക് തന്നെ വൈകിട്ട് പൊരിച്ച് തിന്നാൻ പറ്റും. പേഷ്യൻസ് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടോണ്ടിരിക്കാനാന്നേൽ ഓക്കെ ഐ മീൻ. ആൻഡ് ഫിഷിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ആക്ടിവിറ്റീസിലേക്ക് കടന്നു. ഈ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പാർട്ടും ഇത് തന്നെയാണ്. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ നാച്ചുറൽ പൂൾ. നേച്ചറായിട്ട് അത്രയ്ക്കും ബ്ലെൻഡായി നിൽക്കുന്ന ഒരു റിസോർട്ടാണിത്. ഇതൊരു നാച്ചുറൽ പൂളാണ്. മലയിൽ നിന്നും വരുന്ന നല്ല തണുത്ത വെള്ളമാണുള്ളത്. ഇൻഫാക്റ്റ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ശരിക്കും ഷിവർ ചെയ്യായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കയറി പോന്നു. ആഫ്റ്റർ ഓൾ ദാറ്റ് ഒരു ക്യാമ്പ് ഫയറിന് ശേഷം ഡിന്നർ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. എനിക്കിവിടെ ഏറ്റവും യൂണീക്കായിട്ട് തോന്നിയ ഒരു കാര്യം ഈ കേവ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആക്ച്വലി റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അമേസിങ് പ്ലേസ് തന്നെയാണ്. ഇവിടെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് ഒക്കെ എടുത്തു വരേണ്ടായിരുന്നു തന്നെയാണ്. റൂംസ് ഒക്കെ ആയാലും നല്ല പ്രീമിയം റൂംസാണ് വിത്ത് നാച്ചുറൽ പൂൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും ഒരു കപ്പിളായിട്ടായാലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പ്ലേസിൻ്റെ വൈബ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് ഈ വ്യൂ, ദി റൂംസ്, ദി ക്ലൈമറ്റ് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്കിതൊരു ഹെവനായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ്സ് സെക്കൻഡ് ഡേ ഇൻ അട്ടപ്പാടി. റൂം വെക്കേറ്റ് ചെയ്യാണ്. പക്ഷേ നേരെ പോകുന്നത് അട്ടപ്പാടിയിലുള്ള ഒരു ലൊക്കേഷനിലേക്കാണ്, വിച്ച് ഈസ് സൊല്ലിമുക്ക് വ്യൂ പോയിന്റ്. വിൻമില്ലൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ്. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ് ആൻഡ് നല്ല വ്യൂ, എവറിഥിങ് അറ്റ് ദി ടോപ്പ്. ഇവിടെ എത്ര നേരം വേണമെങ്കിലും റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഒരു ഹൈലി റെക്കമെൻഡഡ് സ്പോട്ട്. ഓക്കെ, സൊല്ലിമുക്ക് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നേരെ തിരിക്കുവാണ്. ആൻഡ് വരുന്ന വഴി ചെറിയ ചെറിയ നല്ല ഫ്രെയിംസ് ഒക്കെ കണ്ടപ്പോൾ ഇറങ്ങി എൻജോയ് ചെയ്തു. ബിക്കോസ് ഐ വുഡ് സേ അട്ടപ്പാടി ഹാസ് എ വിൻറ്റേജ് വൈബ്. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് കണ്ടില്ലേ. ഇതുപോലെ ഒത്തൻറ്റിക് ചായക്കടയൊക്കെ കണ്ടപ്പോൾ ഒരു വിൻറ്റേജ് ഫീൽ തന്നെയാണ്. അങ്ങനെ കുറേ എൻജോയ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പൈസ് ബാക്ക് എൻ്റർടൈൻമെൻറ്റ്സിലെ ഫസ്റ്റ് വ്ലോഗാണിത്. Whether you liked it or not, please do let me know in the comment box, okay? Also challenges and games and fun contents ഒക്കെ ആയിട്ട് ഇനിയും കാണാം. Just stay tuned and bye. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, okay?